കേരള രാഷ്ട്രീയം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം കലങ്ങി മറിയുകയാണ്. സ്വന്തം പാളയത്തിൽ നിന്ന് പോലും വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങി CPM എന്ന കപ്പൽ ആടി ഉലയുകയാണോ? സഖാക്കൾക്കിടയിൽ പുകയുന്ന വീണ ജോർജ് വിരുദ്ധ വികാരം ഒരു ഉദാഹരണം മാത്രമാണ്. ഈ വിഷയത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളും ഭരണകൂടത്തിന്റെ ഒത്താശയോടെ സ്വന്തം അണികളെ പോലും വേട്ടയാടുന്ന പിണറായി സർക്കാരിന്റെ ഒരു കൂട്ടം നടപടികളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. പിണറായി സർക്കാരിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന് ഉറപ്പാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉന്നയിച്ച സ്വന്തം പാർട്ടി പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാനായി CPM നേതൃത്വം നടത്തിയ നീക്കം പാളിയിരിക്കുകയാണ്. ഇലന്തൂരിൽ ലോക്കൽ കമ്മിറ്റി അംഗമായ PJ ജോൺസൺ, ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം N രാജീവ്, ഓതറയിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാഹുൽ രാജ്, സുധീഷ് എന്നിവർക്കെതിരെ നടപടിയെടുക്കാനായിരുന്നു നേതൃത്വത്തിന്റെ നീക്കം. എന്നാൽ ജൂലൈ 11 ചേർന്ന ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലും ചൊവ്വാഴ്ച ചേർന്ന ഓതറ ലോക്കൽ കമ്മിറ്റി യോഗത്തിലും നേതൃത്വത്തിന് തിരിച്ചടിയേറ്റു. മുൻകാലങ്ങളിൽ സമാനമായ വിഷയങ്ങളിൽ എടുത്ത നടപടികൾ എന്താ എന്ന ചോദ്യത്തിന് നേതൃത്വം ഉത്തരം മുട്ടി. വീണ ജോർജിനെ കുമ്പിടേണ്ട കാര്യമില്ലെന്നും വിമർശനങ്ങൾ സാധാരണ പ്രവർത്തകരുടെ വികാരമാണെന്നും ഇത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണണമെന്ന ജില്ലാ സെക്രട്ടറിയുടെ അഭിപ്രായമാണ് തങ്ങൾക്കുമുള്ളതെന്നും ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുറന്നടിച്ചു. അംഗങ്ങളുടെ രൂക്ഷമായ എതിർപ്പ് കാരണം ജില്ലാ കമ്മിറ്റി അംഗം PC സുരേഷ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ പോലും ഉണ്ടായി. വിമർശനങ്ങൾ രൂക്ഷമാകാനുള്ള കാരണം എന്താണ്? ഈ വിമർശനങ്ങൾ ഇത്രയേറെ രൂക്ഷമാകുന്നതിന്റെ പിന്നിൽ എന്താണ്? നിലവിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായ CWC ചെയർമാനെ സസ്പെൻഡ് ചെയ്താണ് ഇപ്പോൾ ഉണ്ടായ എതിർപ്പിനുള്ള പ്രധാനപ്പെട്ട കാരണം. പോലീസ് മേധാവിക്ക് നൽകിയ കത്ത് മറച്ചുവെച്ച് പരാതി ഉന്നയിച്ച CWC ചെയർമാനെതിരെ നടപടി ഉണ്ടായതിനു പിന്നിൽ വീണ ജോർജ് ഗൂഢാലോചന നടത്തിയെന്ന് പാർട്ടി അംഗങ്ങൾ തന്നെ പാർട്ടി മേൽഘടകത്തിൽ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം ആവശ്യപ്പെട്ട് CWC ചെയർമാനായിരുന്ന N രാജീവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് DIG അജിത ബീഗം നടത്തിയ അന്വേഷണത്തിൽ ജില്ലാ പോലീസ് മേധാവി സ്ഥാപിത താല്പര്യത്തോടെ നടത്തിയ ഇടപെടലുകളാണ് 2 പോലീസ് ഉദ്യോഗസ്ഥരെയും CWC ചെയർമാനെയും സസ്പെൻഡ് ചെയ്യാൻ കാരണമായതെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് തിരുത്തൽ നടപടികൾ ഇല്ലാതിരുന്നതോടെയാണ് പാർട്ടി അംഗങ്ങൾ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയത്. ഇത് മാത്രമല്ല, പത്തനംതിട്ടയിൽ നഗരസഭാ ചെയർമാനും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് T സക്കീർ ഹുസൈൻ, നഗരസഭാ കൗൺസിലറായ R സാബു എന്നിവരെ വധശ്രമ കേസിൽ ജാമ്യമില്ലാ വകുപ്പിട്ട് പ്രതികളാക്കിയ സംഭവം പാർട്ടിക്കുള്ളിൽ വലിയ രോഷമുണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടി നീക്കത്തെ തുടർന്ന് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത് സാബുവിനെയും നവീനെയും വിട്ടയക്കുകയും കോടതിയിൽ നൽകിയ പ്രതിപട്ടികയിൽ നിന്ന് ചെയർമാൻ അടക്കമുള്ളവരെ ഒഴിവാക്കുകയും ചെയ്തു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച DYSPയെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയതും ഈ സംഭവങ്ങളുടെ തുടർച്ചയാണ്. സ്വന്തം അണികളെ പോലും വഞ്ചിച്ചും വേട്ടയാടിയും മുന്നോട്ടു പോകുന്ന ഈ സർക്കാരിന്റെ ഭരണരീതികൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ വിഷയങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.